നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. വേദങ്ങളും പുരാണങ്ങളും ആചാര്യ സൂക്തങ്ങളും ആവർത്തിച്ച് അഭ്യസിക്കണമെന്ന് പറയുന്നുണ്ട്. ആവർത്തനമാണ് അഭ്യാസം. ആധ്യാത്മിക ശാസ്ത്രം എപ്പോഴും ആവർത്തിച്ച് പഠിക്കണം. എത്രമാത്രം ആവർത്തിച്ച് പഠിക്കുന്നുവോ അത്രയും നമുക്ക് ശാസ്ത്രത്തിൻ്റെ ഹൃദയത്തിലേക്ക് പോകാൻ കഴിയും. അഥവാ നമ്മുടെ ഹൃദയത്തിലേക്ക് ശാസ്ത്രം പ്രവേശിക്കും. ഭഗവത്ഗീതയോ ഉപനിഷത്തോ പുരാണങ്ങളോ ദിവസേന സശ്രദ്ധം വായിക്കാൻ ശ്രമിച്ചു നോക്കൂ. ഒന്നാമത്തെ ദിവസം മനസ്സിലാക്കിയതിനേക്കാൾ സൂക്ഷ്മാർത്ഥം രണ്ടാമത്തെ ദിവസത്തെ വായനയിലൂടെ ലഭിക്കും. അത് തന്നെ പിറ്റേ ദിവസം പഠിച്ചാൽ കുറച്ചുകൂടി സൂക്ഷ്മാർത്ഥം പിടികിട്ടും. പിന്നെയും വായിച്ചാൽ വീണ്ടും തെളിമയോടെ അർത്ഥങ്ങൾ മനസ്സിലാകുന്നു. ഇത് തീരുന്നില്ല. ഒരിക്കലും ഇത്രയുള്ളോ എന്ന അവസ്ഥയുണ്ടാകുന്നില്ല. അനുസന്ധാനപൂർവം പഠിക്കും തോറും കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നു. പുതിയ ആശയങ്ങൾ പ്രകാശിക്കുന്നു. അതുകൊണ്ടാണ് ഉപനിഷത്തുകളും പുരാണങ്ങളും എന്നും നവമായിരിക്കുന്നത്. അനുസന്ധാനം ചെയ്യും തോറും പുതിയ അർത്ഥതലങ്ങളിലേക്ക് നാം എത്തിച്ചേരുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. എല്ലാം നിനക്കൊത്തവണ്ണം വരിക എന്നു ചൊല്ലി വിരവോടു കുംഭകർണാന്തികെ ചെന്നു വരം കൊടുപ്പാൻ തുടങ്ങും വിധം നന്നായി തൊഴുതപേക്ഷിച്ചിതു ദേവകൾ. വൃന്ദാരകാനുചരന്മാരെ വൻപിനോടൊന്നിച്ചു പത്തിനെത്തിന്നാനൊരു ദിനം ദേവാംഗനമാരിലേഴു പേരെത്തിന്നാനാവോളമോർത്തു വേണം വരം നൽകുവാൻ. വാനവർ വാക്കുകൾ കേട്ടു വിരിഞ്ചനും വാണി ഭഗവതിയോടരുൾ ചെയ്തിതു. കുംഭകർണൻ നാവിനഗ്രേ വസിച്ചു നീ സംഭ്രാന്തി വാക്കിനുണ്ടാക്കി ചമയ്ക്കണം. ഇനി രാമായണ ദർശനം. മനുഷ്യരൊഴിച്ച് മറ്റാരാലും കൊല്ലപ്പെടാതിരിക്കാനുള്ള വരം രാവണന് നൽകി. അനന്തരം കുംഭകർണന് വരം കൊടുക്കാൻ ഒരുങ്ങുകയാണ് ബ്രഹ്മാവ്. എല്ലാം നിനക്കൊത്തവണ്ണം വരികെന്നു ചൊല്ലി വിരവോടു കുംഭകർണാന്തികെ ചെന്നു വരം കൊടുപ്പാൻ തുടങ്ങും വിധൗ നന്നായി തൊഴുതപേക്ഷിച്ചിതു ദേവകൾ. വൃന്ദാരകാനുചരന്മാരെ വൻപിനോടൊന്നിച്ചു പത്തിനെ തിന്നാനൊരു ദിനം
ദേവാംഗനമാരിലേഴുപേരെത്തിന്നാൻ ആവോളമോർത്തു വേണം വരം നൽകുവാൻ. വാനവർ വാക്കുകൾ കേട്ടു വിരിഞ്ചനും വാണീ ഭഗവതിയോടരുൾ ചെയ്തിതു. കുംഭകർണൻ നാവിനഗ്രേ വസിച്ചു നീ സംഭ്രാന്തി വാക്കിനുണ്ടാക്കി ചമയ്ക്കണം. എന്ന നേരം കുംഭകർണ ജിഹ്വഞ്ജലേ ചെന്നു പൊക്കിയിടിനാൾ വാണിയും തക്ഷണേ. രാവണന് പൂർണ്ണമായി ചോദിച്ചനുഗ്രഹം നൽകി വളരെ ശ്രദ്ധയോടെ താത്പര്യത്തോടെ കുംഭകർണൻ അരികിലേക്ക് വരം കൊടുക്കാൻ ബ്രഹ്മാവ് ചെന്നു. വരം കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ദേവതകൾ തൊഴുത് അപേക്ഷിക്കുകയാണ്. ദേവേന്ദ്രൻ്റെ അനുചരന്മാരായ 10 പേരെ ഈ കുംഭകർണൻ ഒറ്റയ്ക്ക് ഭക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ അപ്സര സ്ത്രീകളിൽ 7 പേരെയും ഭക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ചിന്തിച്ചിട്ട് വേണം വരം കൊടുക്കുവാൻ. ഇപ്രകാരം ദേവന്മാർ പറഞ്ഞത് കേട്ട് ബ്രഹ്മാവ് വാണി ഭഗവതിയോട് അരുൾ ചെയ്തു. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരാശയം സൂചിപ്പിക്കട്ടെ. പുരാണങ്ങളിൽ നിരവധിയായ കഥകൾ, അതുപോലെ ഇതിഹാസങ്ങളിൽ പല ആഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദുർവൃത്തന്മാരും ജഗന്നാശകന്മാരുമായവർ അതികഠോരങ്ങളായ തപസ്സുകളിൽ ഏർപ്പെടും. ആ തപശ്ചര്യകളാൽ സംപ്രീതരായിട്ട് വിവിധ ദേവന്മാർ വന്ന് അവർക്ക് അനുഗ്രഹങ്ങളെ ചൊരിയും. അവർ ചോദിക്കുന്ന വരങ്ങളെ കൊടുക്കും. ദുർവൃത്തന്മാർക്ക് വരം ലഭിച്ചാലോ അത് ലോകത്തിൻ്റെ നാശത്തിനായിക്കൊണ്ടാണ് തീരുന്നത്. സാത്വിക സ്വഭാവികളും സദ്വൃത്തന്മാരുമായവരെ മുഴുവൻ അവർ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ താളക്രമം തന്നെ തെറ്റുമ്പോഴാണ് ഭഗവാന് അവതാരഗ്രഹണവും മറ്റും ചെയ്യേണ്ടതായി വരുന്നത്. സമ്മർദ്ദശക്തിയായി നിലകൊണ്ട് വരം നേടിയെടുക്കുന്ന സ്വഭാവം, ഏതെല്ലാം രീതിയിൽ സമ്മർദ്ദശക്തികളായി തീരാമോ ആ രീതിയിലെല്ലാം സമ്മർദ്ദശക്തികളായി തീർന്ന് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് വരം നേടിയെടുക്കുക, ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക, വിഭവങ്ങൾ നേടിയെടുക്കുക. അങ്ങനെ വരങ്ങൾ, വിഭവങ്ങൾ, ആനുകൂല്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ജഗത്തിൻ്റെ സന്തുലിത ഭാവത്തെ നശിപ്പിക്കുന്നതിന് പരിശ്രമിക്കുക. ഈ ആസുരിക പ്രകൃതി എല്ലാ കാലവും ലോകത്തിലുള്ളതാണ്. അവിടെ സമ്മർദ്ദ തന്ത്രത്തിലാക്കപ്പെടുന്ന ദേവന്മാർ യഥേഷ്ടം വരം കൊടുക്കുന്നു. ആ സമയത്ത് ഒരു തിരുത്തൽ ശക്തി അവിടെ ഉണ്ടായെങ്കിൽ ലോകത്തിന് നാശമുണ്ടാവില്ല. ഇവിടെ നമ്മൾ കാണുന്നത് അതാണ്. കുംഭകർണൻ അത്യന്തം ഭീകരനാണെന്നും പ്രത്യേകിച്ച് വരം ലഭിക്കാതെ തന്നെ അവൻ 10 ദേവന്മാരെയും 7 അപ്സരസ്സുകളെയും ഭക്ഷിച്ചിട്ടുണ്ടെന്നും എന്നിരിക്കെ അവന് വരം കൂടി ലഭിച്ചാൽ എന്തായിരിക്കും ലോകത്തിൻ്റെ സ്ഥിതിയെന്നും ബ്രഹ്മാവിനെ ഓർമ്മിപ്പിക്കാൻ, തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ ദേവതകൾക്ക് സാധിച്ചു. അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഇത് നമുക്ക് ചരിത്രത്തിൽ ഒരു പാഠമായിരിക്കേണ്ടതാണ്. കാരണം എന്നോ കഴിഞ്ഞുപോയ രാവണൻ്റെയും കുംഭകർണൻ്റെയും ചരിതമല്ല നമ്മൾ പഠിക്കുന്നത്. ലോകത്തിൽ ആവർത്തിക്കുന്നതാണ് രാവണനും കുംഭകർണനും. അവർക്ക് വരം കൊടുക്കുന്ന ബ്രഹ്മാവും, ഗത്യന്തരമില്ലാതാകുന്ന ലോകവും, അവസാനം അവതാരം ഗ്രഹിക്കേണ്ടി വരുന്ന ഭഗവാനും. ഇത് ലോകചരിത്രത്തിൽ ആവർത്തിക്കുന്നതാണ്. രൂപങ്ങളും നാമങ്ങളും ഭാവങ്ങളും എല്ലാം മാറും എന്ന് മാത്രം. അതുകൊണ്ട് ഇവിടെ ഒരു തിരുത്തൽ ശക്തിയായി തീരാൻ ദേവന്മാർക്ക് സാധിച്ചു. അതുകൊണ്ട് ജഗത് രക്ഷയുണ്ടായി. ഏതായാലും ദേവന്മാരങ്ങനെ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് വാണി ഭഗവതിയോട് പറഞ്ഞു, കുംഭകർണൻ്റെ നാവിൽ നീ താമസിക്കൂ പോയിട്ട്, അവൻ്റെ വാക്കിന് സംഭ്രമമുണ്ടാക്കണം. ഇങ്ങനെ ബ്രഹ്മാവ് നിർദ്ദേശിച്ചപ്പോൾ കുംഭകർണൻ്റെ ജിഹ്വയിൽ, നാവിൽ സരസ്വതി ദേവി പ്രവേശിച്ച് വാണു. കുംഭകർണൻ തന്നോട് അന്നേരമാതരാൽ അംഭോജസംഭവൻ താനും അരുൾ ചെയ്തു. എന്തഭീഷ്ടം തവ ചൊൽകെന്നതു കേട്ടു വന്ദിച്ചു കുംഭകർണൻ പറഞ്ഞിടിനാൻ.
അങ്ങനെ സരസ്വതി ദേവി കുംഭകർണൻ്റെ നാവിൽ നിവസിച്ച സന്ദർഭത്തിൽ ബ്രഹ്മാവ് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വരം വേണ്ടത്? നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അത് ഞാൻ തരാം. ഇത് കേട്ട് കുംഭകർണൻ പ്രാർത്ഥിക്കുകയാണ്, നിദ്രത്വമാശു നൽകേണമടിയനു വിദ്രുതം മറ്റൊന്നു വേണ്ടിയില്ല ദൈവമേ. അല്ലേ ഭഗവാനെ, എനിക്ക് നല്ല ഉറക്കശീലം ഉണ്ടാകണമേ, വേറൊന്നും എനിക്ക് വേണ്ടിയില്ല. ഏതായാലും അപ്രകാരം വരം പ്രാർത്ഥിച്ചു. അത് അങ്ങനെ തന്നെ വരികെന്നരുൾ ചെയ്തു. ബ്രഹ്മാവ് ആ വരം കൊടുക്കുകയും ചെയ്തു. തുടർന്നുള്ള ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ഭാഗവത സാരാംശത്തെ കഥകളിലൂടെ വ്യാഖ്യാനിക്കുന്നു സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഇന്ന് സനാതനധർമ്മത്തിൽ. ഓം നമോ നാരായണായ. ഇന്ദ്രൻ്റെ തൽക്കാല ഗുരുവായ വിശ്വരൂപൻ ഇന്ദ്രൻ ഉപദേശിച്ചതാണ് ശ്രീനാരായണ കവചം എന്ന് പറയുന്ന മഹാമന്ത്രം. നിത്യവും ഇത് ആര് ജപിക്കുന്നു അവർക്കെല്ലാം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം പോകും എന്നാണ് ഈ സ്തോത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് അത്ര മഹത്തായ ഒരു ശക്തി ഉണ്ടെന്നുള്ളതാണ് ഭാഗവതം പറയുന്നത്. ആരുടെയൊക്കെ ശക്തിയാണോ ക്ഷയിച്ചിരിക്കുന്നത് അവർക്കെല്ലാം ഇത് ചൊല്ലാൻ പറ്റുന്ന ഒന്നാണ്. ഇതിനെ ഒന്നും കൂടെ വിശദീകരിച്ച് പരീക്ഷിച്ച് ചോദിക്കുമ്പോൾ ശുകബ്രഹ്മർഷി അത് പറഞ്ഞതാണ്. പറയുന്ന ഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇതിനകത്തിപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന ശ്രീനാരായണ കവചമുള്ളത്. ശ്രീമദ് ഭാഗവതത്തിലെ ഷഷ്ഠസ്കന്ധത്തിലെ 8-ാം അധ്യായം. രാജോവാച യയാ ഗുപ്തസഹസ്രാക്ഷ സവാഗാൻ രിപുസൈനികാൻ ക്രീഡന്നിവ വിനിർജിത്യ ത്രിലോക്യബുഭുജേ ശ്രിയം ഭഗവൻ തന്മമാഖ്യാഹി വർമ്മനാരായണാത്മകം യഥാ ആദദായിന ശത്രൂൻ യേന ഗുപ്തോ അജയൻ വൃഥേ. ശ്രീശുക ഉവാച വൃഥപുരോഹിതത്വാഷ്ട്രോ മഹേന്ദ്രാനുപൃച്ഛതേ നാരായണാഖ്യം വർമാഹ തദികൈകമനാശൃണു. ശ്രീവിശ്വരൂപ ഉവാച ധൗതാംഗ്രിപാണിരാജമ്യ സപവിത്രൗദങ്മുഖ കൃതസ്വാംഗകരന്യാസോ മന്ത്രാഭ്യാം വാക്യദശുചി നാരായണമയം വർമ്മ സന്യഹേദ്ഭയ ആഗതേ. പാദയോർജാനിനോരുർവോർ ഉദരേ ഹൃദി അധോരസി മുഖേ ശിരസ്യാനുപൂർവ്യാത് ഓങ്കാരാദീനി വിന്യസേത്. ഓ നമോ നാരായണായേതി വിപര്യമധാവിവാം കരന്യാസം ദദക്കുര്യാത് ദ്വാദശാക്ഷരവിദ്യയാം പ്രണവാദിയകാരാന്തം അങ്കുല്യങ്കുഷ്ടഭർവസു. ന്യസേത് ഹൃദയ ഓങ്കാരം വികാരമനമൂർധനി ഷകാരം തു ഭ്രുവോർമധ്യേ നകാരം ശിഖയാദിശേത്. വേകാരം നേത്രയോർയുഞ്ജൻ നകാരം സർവസന്ധിഷു മഹാരമസ്ത്രമുദ്ദിശ്യ മന്ത്രമൂർത്തിർഭവേത് ബുധഃ. സവിസർഗം ഭടന്തം തത് സർവദിക്ഷു വിനിർദിശേത്. ഓം വിഷ്ണവേ നമൈതി ആത്മാനം പരമം ധ്യായേത് ധ്യേയം ശക്തിഭിർയുതം വിദ്യാതേജസ്തപോ മൂർത്തി ഇമം മന്ത്രം ഉദാഹരേത്. ഇവിടെ മുതൽ തുടങ്ങുന്ന അടുത്തതാണ് ശ്രീനാരായണ കവചം. ഓം ഹരിർ വിദധ്യാത് മമ സർവരക്ഷാം ന്യസ്താംഗ്രിപത്മപദകേന്ദ്രപൃഷ്ഠേ ദരാരി ചർമാസി ഗതേഷു ചാപവാശാൻ ദധാനോ അഷ്ടഗുണോ അഷ്ടബാഹു. ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തിർ യതോ ഗണേഭ്യോ വരുണസ്യ ഭാഷാത്. സ്ഥലേഷു മായാവടു വാമനോവ്യാത് ത്രിവിക്രമഖ്യേവതു വിശ്വരൂപക. ദുർഗേഷ്ടു അവ്യാജി മുഖാദിഷു പ്രഭു പയാ പായാ നൃസിംഹോ അസുരയൂഥഭാരി വിമുഞ്ചതോ യസ്യ മഹാട്ടഹാസം. ദിശോ വിനോദിർ നൃപദശ്ച ഗർഭാഃ രക്ഷത്വസോ മാധ്വനിയജ്ഞകൽപ സ്വം ദഷ്ട്രയോന്നീതധരോവരാഗ രാമോ ദ്രികൂടേഷ്വത വിപ്രവാസേ
സലക്ഷ്മണോ അവ്യാത് ഭരതാഗ്രജോസ്മാൻ മാമുഗ്രധർമാദകിലാത് പ്രമാദാത് നാരായണപാതു നരശ്ചകാസാത് ദത്തസ്ത്വയോഗാത് അധയോഗനാഥ പായാ ഗുണേശ കപിലകർമ്മബന്ധാത് സനത്കുമാരോ അവതു കാമദേവാത് ഹയശീർഷാ മാം പതി ദേവഹേളനാത് ദേവർഷിവര്യ പുരുഷാർച്ചനാന്തരാത് കൂർമോ ഹരിർമാം നിരയാദശേഷാത് ധന്വന്തരി ഭഗവാൻ പാതു അപഥ്യാത് ദ്വന്ദ്വാത് ഋഷഭോ നിർജിതാത്മാ യജ്ഞശ്ചലോകാത് അവതാജനന്ദാത് ബലോ ഗണാത് ക്രോധവശാദഗീന്ദ്രഃ ദ്വൈപായനോ ഭഗവാനപ്രബോധാത് ബുദ്ധസ്തു ഭാഗണ്ഡ ഗണാത് പ്രമാദാത് കൽക്കീകലേ കാലമലാത് പ്രപാദു ധർമാവനായ ഉരുകൃതാവതാരഃ മാം കേശവോ ഗദയ പ്രാതരവ്യാത് ഗോവിന്ദ ആസംഗവ ആത്തവേണു നാരായണ പ്രാഹണ ഉദാത്തശക്തിർ മധ്യം ദിനേ വിഷ്ണുരരീന്ദ്രപാണി ദേവോപരാഗ്നേ മധുഗോഗ്രവാധ്വന്ന സായം ത്രിധാമാവതു മാധവോ മാം ദോഷേ ഋഷികേശ ഉദാർദ്ധരാത്രേ നിശീതയേ ഗോവധുവർത്മനാഭ ശ്രീവത്സധാമ അപരരാത്ര ഈശ പ്രത്യൂഷ ഈശോസിതരോ ജനാർദ്ദന ദാമോദരോ അവ്യാദ് അനുസന്ധ്യം പ്രപാദേ വിശ്വേശ്വരോ ഭഗവാൻ കാലമൂർത്തി ചക്രം യുഗാന്ത അനല ദിഗ്നനേമി ഭ്രമസമന്ത ഭഗവത് പ്രയുക്തം ദഗ്നി അരിസൈന്യമാശു ഗക്ഷം യഥാവാദ സഖോകുദാശ ഗദേശനി സ്പർശന വിസ്ഫുലിംഗേ നിഷ്പിണ്ഡി അജിതപ്രിയാസി കൂഷ്മാണ്ഡവൈനായക യക്ഷരക്ഷോ ഭൂതഗ്രഹാം ചൂർണയാരിൻ ത്വാം യാതുധാന പ്രമദപ്രേതമാതൃ പിശാചവിപ്രഗ്രഹ ഘോരദൃഷ്ടിൻ ധരേന്ദ്രവിദ്രാവയ കൃഷ്ണഭൂരിതോ ഭീമസ്വനോരേർ ഹൃദയാനി കമ്പയൻ ത്വം ദിക്മധാരാസി വരാരിസൈന്യ ഈശപ്രയുക്തോ മമ ചിന്തി ചക്ഷുഷി ചർമ്മശതചന്ദ്രചാതയ ദുഷാമഘോനാം ഹരപാവചക്ഷുഷാം യന്നോ ഭയം ഗൃഹേഭ്യോ ഭൂത് ഖേതുഭ്യോ നൃഭ്യേവ വാ സരീസൃഭേപ്യദംഷ്ട്രിഭ്യോ ഭൂതേഭ്യോ അംഹോഭ്യേവ വാ സർവാണ്യേതാനി ഭഗവൻ നാമരൂപാസ്ത്രകീർത്തനാത് പ്രയാന്തു സംക്ഷയം സദ്യോ യോ ന ശ്രേയപ്രദീപകാഃ ഗരുഡോ ഭഗവാൻ സ്തോഭച്ഛന്ദോമയ പ്രഭു രക്ഷത്തശേഖകൃച്ഛ്രേഭ്യോ വിക്ഷക്സേനോ സ്വനാഭഭി സർവാവത്പ്യോ ഹരേർനാമ രൂപയാനായുധാനി നഃ ബുദ്ധീന്ദ്രിയമനപ്രാണാൻ പാന്തുപാർഷദ ഭൂഷണാഃ യദാഗി ഭഗവാനേവ വസ്തുത സദസശ്ചയത് സത്യേനനേന ന സർവേ യാന്തു നാശമുപദ്രവാഃ യദേകാത്മ്യാനുഭാവാനാം വികൽപ്പരഹിതസ്വയം ഭൂഷണായുധലിംഗാഖ്യ ദത്തേ ശക്തിസ്വമായയാ തേനൈവ സത്യമാനേന സർവജ്ഞോ ഭഗവാൻ ഹരി പാതുസർവൈ സ്വരൂപൈർന സദാ സർവത്ര സർവഗഃ വിദിഷു ദിക്ഷൂർധമതസമന്താത് അന്തർബഹിർഭഗവാൻ നാരസിംഹ പ്രഹാഭയൻ ലോകഭയം സ്വനേന സ്വതേജസാഗ്രസ്തസമസ്തതേജാഃ മഘവന്നിതമാഖ്യാതം വർമ്മ നാരായണാത്മകം വിശേഷസ്യഞ്ജസായേന ദംശിതോസുരയൂതവാൻ ഏതദ്ധാരയമാണസ്തു യം പശ്യതി ചക്ഷുഷാ പദാവാ സംസൃശേ സദ്യ സ്വാത്വാ സ വിമുച്യതേ ന കുതച്ചിത് ഭയം തസ്യ വിദ്യാം ധാരയതോ ഭവേത് രാജസ്യുഗ്രഹാദിഭ്യോ വ്യാഘ്രാദിഭ്യശ്ച ഗർഹിചിത് ഇമാം വിദ്യാം പുരാ കശ്ചിത് കൗശികാധാരയൻ ദ്വിജ യോഗധാരണയാ സ്വംഗം ജഘോ സമരുധന്വനി തസ്യോപരി വിമാനേന ഗന്ധർവപതിരേകദാ യോ ചിത്രരഥ സ്ത്രിഭിർ വൃതോ യത്ര ദ്വിജക്ഷയാം
ഗഗനാന്യപതത് സദ്യ സവിമാനോ ഹി അവാക്ഷിര സവാലാഖില്യവചനാത് അസ്ഥിന്യാദയ വിസ്മിത പ്രസ്യ പ്രാചീർ സരസ്വത്യാം സ്നാത്വാധാമസ്വമന്വഗാത്. ശ്രീശുകോവാച യൈദം ശൃണുയാത് കാലേ യോ ധാരയതി ചാദൃത തം നമസ്യന്തി ഭൂതാനി മുച്യതേ സർവതോ ഭയാത്. ഏതാം വിദ്യാമധിഗതോ വിശ്വരൂപാച്ഛതക്രതുഃ ത്രൈലോക്യലക്ഷ്മീം ബുഭുജേ വിനിർജിത്യ ഹൃദയസുരാൻ. ഇതാണ് ശ്രീനാരായണ കവചം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചൊല്ലാൻ പറ്റുന്ന നമ്മുടെ ദോഷങ്ങളെ ദുരിതങ്ങളെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ട് പഠിക്കുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.